സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പാർട്ടി ഇവൻ്റ് വരുമ്പോൾ സംസാരിക്കാൻ മടി പിടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകൾക്ക് ഈ ഗൈസ് ക്യാൻ സ്കിപ്പ് ദിസ് വീഡിയോ. കാരണം നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് സംസാരിക്കുന്ന മിങ്കിൾ ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസാരിക്കാനായിട്ട് ഇവർ പോകും. ഒരു 4-5 പേരൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് എനിക്കുണ്ടായ സംഭവമാണ്. ഞാനിങ്ങനെ പോയിട്ടൊരു ഗ്രൂപ്പിൽ പോയിട്ട് നിന്നിങ്ങനെ സംസാരിക്കാൻ നിന്നു കുറച്ച് കഴിയുന്നതിനും 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുന്നതിനും നമ്മുടെ ചോദ്യമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നും ചോദിക്കാനില്ല. ആകെ ഒരു ഓക്വേർഡ് സൈലൻസ് അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ആ ഓക്വേർഡ് സൈലൻസ് മെജോറിറ്റി ടൈം അവരുടെ കോൺവെർസേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഭയങ്കര ഹൈലി എക്സ്ട്രോവേർട്ടഡ് ആയിരുന്നു. കാരണം നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഭാഷ, നമുക്ക് എന്തും സംസാരിക്കാമെന്നുള്ളൊരു മോഡായിരുന്നു. പക്ഷേ ഞാൻ കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ ഏതെങ്കിലും പാർട്ടി ഇവൻറ്റോ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെടും. കാരണം നമുക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റാറുള്ള ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്ര പ്രോപ്പർ അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ വലിഞ്ഞൊരു മൂലയിൽ പോയി ഒതുങ്ങിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെനിക്ക് ഉണ്ടായതാണ്. ഞാൻ എക്സ്ട്രോവേർട്ടായിട്ട് നിന്ന് ഇത്ര സംസാരിച്ചൊരു വ്യക്തി, ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആയപ്പോഴാണ് ഞാൻ ഈ ഇൻട്രോവേർട്സ് ഇവരുടെ സിറ്റുവേഷൻ ഇപ്പം ലാംഗ്വേജ് ആവണമെന്നില്ല, ദെയർ മൈറ്റ് ബി സംതിങ് ദാറ്റ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ ടു ടോക്ക്. അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ടാക്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം എൻ്റെ സിറ്റുവേഷനിൽ എനിക്കുണ്ടായൊരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഞാനൊരു വർക്ക് റിലേറ്റഡ് ഒരു ഇവൻറ്റിൽ ഒരു വലിയ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പോകേണ്ട വന്നു. ഞാനിവിടെ വന്ന് ജോലിയെ കിട്ടിയൊരു സമയമാണ്. അപ്പം നമ്മൾ ആ പാർട്ടി ഇവൻറ്റിന് നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ അവിടെ എല്ലാവരും വരുന്നു, ഭയങ്കര മിങ്കിൾ ചെയ്യുന്നു, എല്ലാവരും ഫുഡ് എടുക്കുന്നു, ഡ്രിങ്ക്സ് എടുക്കുന്നു, സംസാരിക്കുന്നു, ഭയങ്കര ചിറ്റാട്ട്, എല്ലാം ഇംഗ്ലീഷിലാണ്. നമുക്ക് ഈ ഭാഷ അറിയത്തില്ല. മെജോറിറ്റി ആളുകളും വൈറ്റ് ആളുകളാണ്. അപ്പോൾ എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ടൊരു ചെറിയൊരു സംസാരിക്കും, ബട്ട് ഐ വാസ് ഇൻ ദാറ്റ് കോൺഫിഡൻറ്റ് ഇൻ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പം ആ പ്രശ്നമുള്ള കാരണം ഞാനിങ്ങനെ ഈ ഒരു മൂലയിൽ പോയിട്ട് ഒതുങ്ങിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് 1-2 പേരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു, കുറച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ അന്ന് തിരിച്ചു വരുമ്പോൾ ഐ വാസ് തിങ്കിങ് അല്ലോ, ഞാൻ എന്തുകൊണ്ട് സംസാരിച്ചില്ല, വൈ ഐ വാസ് ട്രൈ. അപ്പം എന്തുകൊണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് വാസ് മൈ പ്രോബ്ലം. പക്ഷേ ഇൻട്രോവേർട്ടായിട്ട് ആളുകൾക്ക് മേ ബി ദേ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് ടു മച്ച് അബൌട്ട് ഇറ്റ്. കാരണം അവർക്ക് അവരുടെ എനർജി കീപ്പ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത് എപ്പോഴും അവരങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുമ്പോഴാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വി ഹാവ് ടു ടോക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇഫ് യു ആർ ഇൻ ദാറ്റ് സ്പോട്ട് പെട്ടുപോയി നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ചെറിയ ക്യാപ്സുൾ ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളുണ്ട്. പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വർക്ക് റിലേറ്റഡ് അവരെന്തെങ്കിലും പേര് പറയും, അവർ സ്ഥലം പറയും, വർക്ക് പറയും. ഇതിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ വീട് അവിടെയാണ്, അതെവിടെയാണ്. അപ്പോൾ അവരോട് ആകെ ചോദിക്കേണ്ടത് വട്ട് വേറെ വിച്ചൊക്കെ മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ അവർ തന്നെ സംസാരിച്ചോളൂ ഓട്ടോമാറ്റിക്കലി. എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ ദേ വിൽ ടോക്ക് ലോട്ട്. എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കറിയാം. ഇത്ര നേരം അവർ കാണുന്നുണ്ടെങ്കിൽ വലിയ സംഭവം തന്നെ. അപ്പം രണ്ടാമതായിട്ട് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിറർ ദ വേൾഡ്. കാരണം ഞാൻ ജോലിയിൽ ഇന്നൊരു കാര്യം ചെയ്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, ആ സിറ്റി പോയി ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ തന്നെ മിറർ ചെയ്തിട്ട് സംസാരിക്കും. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സിറ്റിയിൽ ട്രാവൽ ചെയ്തോ, ആ സിറ്റിയിൽ എന്തായാലും നിങ്ങൾക്ക് എത്ര അടിപൊളിയായിട്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടെ പറയാണ്. അപ്പോൾ അവർ മിറർ ചെയ്ത് സംസാരിക്കും, അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അവരെന്നെ പറ്റിയിട്ട് കൂടുതൽ പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളതെല്ലാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് തോന്നുന്നൊരു 10 മിനിറ്റൊക്കെ സംസാരിച്ച് നമ്മൾ അത്യാവശ്യം അവർക്ക് കുറേ ചോദ്യങ്ങൾ ഇട്ട് കൊടുത്തു, അവരെ കൊണ്ട് കുറേ നമ്മൾ പറയിച്ച് നമുക്ക് തോന്നുകയാണ് മതി, ഇൻട്രോവേർട്ട് ആകുമ്പോൾ മനസ്സിലായി എനിക്ക് എൻ്റെ എനർജി സേവ് ചെയ്യണം, ഐ ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് എന്ന് തോന്നുവാണെങ്കിൽ വളരെ സന്തോഷം. നൈസ് ടു ടോക്ക് ടു യു. ഒത്തിരി സന്തോഷമുണ്ട് സംസാരിച്ചതിൽ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നമുക്ക് പിന്നീട് സന്ദർഭത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ എക്സിറ്റ് വെരി സ്മൈൽ ചിരിച്ചൊക്കെ ചെയ്ത് ഗ്രേസ്ഫുൾ ആയിട്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് വരട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് കണ്ടന്റ്. Please do subscribe. This will help me to reach more audience. See you guys in the next video. Bye bye.